നാളെ നിയമസഭാ സമ്മേളനം ചേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ആയുധത്തിന് വേണ്ടി മാത്യു കുഴൽനാടൻ്റെ ഭൂമിയിൽ കയ്യേറ്റമുണ്ടോ എന്ന് കണ്ടെത്തി തലേ ദിവസം അത് ജില്ലാ കലക്ടർ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണോ? എക്സാലോജിക്കൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണോ അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ? ഒരിക്കലുമല്ല. വലിയ ആദർശ രാഷ്ട്രീയത്തിന്റെ ഒരു അപ്പോസ്തലനായി സ്വയം വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് ശ്രീ മാത്യു കുഴൽനാടൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്നക്കനാലിലെ ഭൂതട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നിരവധി സംവാദങ്ങളുടെ ഭാഗമായി നമ്മൾ ഇരുന്നതാണ്. ശരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേദിവസം 18/3/2021 50% ഷെയർ വാങ്ങി എന്നു പറഞ്ഞ് ആകെ ഭൂമി വിലയായി കാണിച്ചിരിക്കുന്ന 1.92 ലക്ഷം രൂപ, അല്ല 1.92 കോടി രൂപ, 1.92 കോടി രൂപ കൃത്യമായി സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്നാൽ പിറ്റേ ദിവസം കൊടുത്ത തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ അത് 3.5 കോടിയായി കാണിച്ചു. 50% ഷെയറായി 3.5 കോടി കാണിക്കുമ്പോൾ ശരിക്കും 7 കോടി രൂപയുടെ കച്ചവടം നടന്നതായിട്ടാണല്ലോ വ്യക്തമാകുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, യഥാർത്ഥത്തിലുള്ള വില കാണിച്ചിട്ടില്ല, അതുപോലെ തന്നെ രജിസ്ട്രേഷനിൽ തുക കുറച്ച് കാണിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും പലതരത്തിലും അതിൽ പട്ടയമില്ലാത്ത ഭൂമിയടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ തുക കുറച്ച് കാണിച്ചതെന്നും തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ ശരിയായ തുക കാണിച്ചതിൽ ദുരൂഹതയുണ്ട് എന്നെല്ലാം ചർച്ചയുടെ ഭാഗമായി നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അന്ന് ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞത് ഒരിക്കലും അതിലൊരു തട്ടിപ്പുമില്ല, യഥാർത്ഥത്തിൽ ഞാൻ കാണിച്ചതാണ് ഏറ്റവും യഥാർത്ഥത്തിലുള്ള കാര്യം, ഞാൻ അങ്ങ് എൻ്റെ മനസ്സിന്റെ വിശാലത കൊണ്ട് തുക കുറച്ച് കാണിച്ചതാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ കൃത്യമായി ഇതിൽ ഇടുക്കി ജില്ലാ വിജിലൻസ് ഓഫീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി താലൂക്ക് സർവേറെ കൊണ്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ ആധാരത്തിൽ കാണിച്ച ഭൂമിയേക്കാൾ കൂടുതൽ 50 സെന്റ് കാണുകയാണ്. അതായത് മൊത്തത്തിലുള്ള ഭൂമിയുടെ ചോദ്യം വളരെ കൃത്യമായിരുന്നു. അതായത് താങ്കൾ ഈ മറുപടി ആരംഭിച്ചു തന്നെ വലിയ ആദർശവാനായ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കാണല്ലോ അദ്ദേഹം സ്വയം പോസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ, നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുമ്പോഴത്തേക്കും ROCയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വീണ വിജയനുമായി ബന്ധപ്പെട്ട് വലിയ ശക്തമായ ആക്ഷേപം ഇപ്പുറത്ത് നിലനിൽക്കുകയാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വളരെ വേഗത്തിൽ ചില നടപടികൾ എടുത്തുകൊണ്ട് നമുക്കറിയാമല്ലോ ഈ ഇടുക്കിയിലെ മൂന്നാറിലേക്ക് കയ്യേറ്റങ്ങൾ എത്ര സാവധാനതയോടു കൂടിയാണ് എല്ലാ സർക്കാരുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ വേഗത്തിൽ മാത്യു കുഴൽനാടനെതിരായിട്ട് നടപടി എടുക്കുന്നത് നാളെ രാവിലെ ആരംഭിക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ CPM-ഉം ഭരണപക്ഷവും ഒരു പ്രതിരോധം തീർക്കുകയാണോ? ഇപ്പുറത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അപ്പുറത്ത് അതിനേക്കാൾ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഈ നടപടി? ഇതാ ചോദ്യം. കേസ് കൃത്യമാണ്, തർക്കമില്ല. ധൃതി പിടിച്ചുള്ള നടപടി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതെ, ധൃതി പിടിച്ചുള്ള അന്വേഷണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 3-4 മാസമായി വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഏറ്റവും ആദ്യം താലൂക്ക് സർവേ നടത്തുന്നു, അതിൽ എക്സസ് ഭൂമി കണ്ടെത്തുന്നു. അത് ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത ഗവൺമെന്റ് ഭൂമിയാണ് 50 സെന്റ് എന്ന് കണ്ടെത്തിയാണ്. അപ്പൊ അതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനുശേഷം ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ലാൻഡ് റവന്യൂ തഹസിൽദാറും ഇത് പരിശോധിക്കുന്നു, റവന്യൂ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, അത് നേരെ കളക്ടർക്ക് കൊടുക്കുന്നു. ഇത് 3-5 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ ഭാഗമായി തന്നെയാണ്. ഇതിൽ ഒരു അമിത വേഗതയും കാണിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ മൂന്നാറിലെയും ഇടുക്കി ജില്ലയിലെയും ഇത്തരത്തിലുള്ള ഭൂ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ ആഴ്ചയിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച്. ഇടുക്കി കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഒരു സ്ഥലം മാറ്റം പോലും പാടില്ലെന്നും ഇത്തരത്തിലുള്ള കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഇടുക്കിയിലെ മൊത്തത്തിലുള്ള ഭൂപ്രശ്നം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശ്രീ മാത്യു കുഴൽനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 6 മാസമായി വിജിലൻസ് അന്വേഷിക്കുന്നു. അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ തഹസിൽദാറിന്റെ മുന്നിലേക്ക് ആ വിഷയം വരുന്നു. അത് കൃത്യമായി തന്നെ കളക്ടറുടെ മുന്നിലേക്ക് ആ വിഷയം വരികയാണ്. അപ്പൊ ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രശ്നത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടല്ല, സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് നടന്നത്. 1/3 ഭൂമി, അദ്ദേഹത്തിന്റെ ഈ ചിന്നക്കനാലിലെ 1/3 ഭൂമി ഇത്തരത്തിൽ അനധികൃതമായി ഗവൺമെന്റ് ഭൂമി കയ്യേറിയതാണെന്ന് വ്യക്തമായപ്പോ കർഷകനാണ്, കർഷകന്റെ മകനാണ് എന്നെല്ലാം പറഞ്ഞ് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആദർശ രാഷ്ട്രീയം പൊളിഞ്ഞു എന്ന് വ്യക്തമായപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇടുക്കിയിലെ കർഷകരുടെ കണ്ണീര് വീണ്ടും ഒപ്പിയെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. You are watching Reporter Evening Show.